എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞത് ബേസിക് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പിന്നെ ഏതൊക്കെ ടൈപ്പ് ട്രേഡിംഗ് ഉണ്ടെന്നും അതിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് ക്യാൻഡിൽസ് ഉണ്ടെന്നാണ് പറയാൻ പോകുന്നത്. രണ്ട് ടൈപ്പ് ക്യാൻഡിലാണ് ഉള്ളത്. ഒന്ന് ബുള്ളിഷ് ക്യാൻഡിൽ, ഒന്ന് ബെയറിഷ് ക്യാൻഡിൽ. ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മേലോട്ട് കയറുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ബുള്ളിഷ് ക്യാൻഡിൽ. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് മാർക്കറ്റ് താഴ്ന്നു പോകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ബെയറിഷ് ക്യാൻഡിൽ. ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളർ ആയിരിക്കും. ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ റെഡ് കളർ ആയിരിക്കും. റെഡ് കളർ ബെയറിഷ് ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് 3 എന്നുള്ളതാണ് മാർക്ക് ചെയ്തേക്കുന്നത്. റെഡിനകത്ത് ബെയറിഷിനകത്ത് 3 പറയുന്നിടത്ത് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് മേലോട്ട് കയറി. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത 3 എന്നുള്ള ഓപ്പൺ ചെയ്തതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു. അവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഒന്നെന്ന് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് കയറി 2 എന്നുള്ളിടത്ത് ക്ലോസ് ചെയ്തു. അതാണ് ബെയറിഷ് ക്യാൻഡിൽ. ഓപ്പൺ ചെയ്തതിനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നാണ് ക്ലോസ് ചെയ്തത്. അത് ബെയറിഷ് ക്യാൻഡിൽ. ബുള്ളിഷ് ക്യാൻഡിൽ പറയുമ്പം നേരെ ഓപ്പോസിറ്റ് 2 എന്നുള്ളിടത്ത് ഓപ്പൺ ചെയ്തു, താഴോട്ട് ചെറുതായിട്ട് വന്നു. അത് കഴിഞ്ഞ് മേലോട്ട് കയറി 4 എന്നുള്ളിടത്ത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം 3 എന്നുള്ളിടത്ത് ഒന്ന് ക്ലോസ് ചെയ്തു. അത് ഓപ്പൺ ചെയ്തതിനേക്കാൾ മേളിലാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ടത് ബുള്ളിഷ് ക്യാൻഡിൽ. ഇതിന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നല്ലൊരു ഇമേജ് കാണിച്ചു തരാം. ഇതാണ് ബെയറിഷ് ക്യാൻഡിൽ. ആദ്യത്തെ ബെയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തെടുത്തു നിന്ന് താഴെയാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് ബെയറിഷ് ക്യാൻഡിൽ. ഓപ്പൺ ചെയ്തെടുത്തു നിന്ന് മേളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് അത് ബുള്ളിഷ് ക്യാൻഡിൽ. മേളിൽ കാണുന്ന വിക്കെന്ന് പറഞ്ഞാൽ അവിടം വരെ പോയിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നാണെന്ന് അർത്ഥം. മനസ്സിലായോ? താഴെയാണെങ്കിൽ ലോ എന്ന് പറയുന്ന ആളും മാർക്കറ്റ് ലോ വരെ പോയിട്ടാണെങ്കിലും പിന്നെ അവിടുന്ന് മേലോട്ട് കയറി എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് ഉപകാരപ്പെടുന്നതും ഇതെങ്ങനെയാണ് മനസ്സിലാകുന്നുള്ളത് അതിനകത്തൊരു ഇമേജ് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ലൈവായിട്ടൊരു ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഓരോ ക്യാൻഡിലും ഇപ്പോൾ ഞാൻ ടൈം ഫ്രെയിം കൊടുത്തേക്കുന്നത് വീക്കിലി ടൈം ഫ്രെയിമാണ് കൊടുത്തേക്കുന്നത്. മേളിൽ W ചെയ്തിരിക്കുന്നത് വീക്കിലി, ഒരാഴ്ചത്തെ ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഓരോ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റാണ് ക്യാൻഡിലായിട്ട് കാണിക്കുന്നത്. ഒരാഴ്ചത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ടൈം ഫ്രെയിം മാറ്റി നമുക്ക് കൊടുക്കാം. എത്ര വേണം മാറ്റി കൊടുക്കാം. 1 ഡേ കൊടുക്കാം, 1 മിനിറ്റ് വരെ കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ബുള്ളിഷ് ക്യാൻഡിലിലെ പല വിധത്തിലുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ്. അതായത് ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ പവർ കുറയുവാണോ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ പവർ കൂടുവാണോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യാൻഡിൽ പഠിക്കുകയെന്ന് ഉദ്ദേശിക്കുന്നത്. വിക്കെന്ന് ഉദ്ദേശിക്കുന്നത് ക്യാൻഡിലുകളുടെ പവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിക്കുകൾ നമുക്ക് തരുന്നത്. പിന്നെ നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് നന്നായിട്ട് മാർക്കറ്റ് താഴോട്ട് പോയ ശേഷം മാർക്കറ്റ് പിന്നെ ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്തെടുത്തു തിരിച്ച് നന്നായിട്ട് കയറി വന്നെങ്കിൽ അതിനർത്ഥം അവിടെ ബയേഴ്സ് കൂടുതലാണെന്ന് അർത്ഥം. ബയേഴ്സ് കൂടുതലുള്ളിടത്താണ് ബുള്ളിഷ് വരുന്നത്. ബെയറിഷ് വരുന്നത്, മാർക്കറ്റ് ഇടിയുന്നത് അവിടെ സെല്ലേഴ്സ് കൂടുതലുള്ളിടത്താണ്. മാർക്കറ്റ് നല്ല ഹൈ കയറിയെടുത്തൊന്നും നേരെ താഴോട്ട് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ അവിടെ സെല്ലേഴ്സ് ഉള്ളത് കൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നത്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനെ താഴോട്ട് കുറച്ച് ഇറങ്ങി വന്നു. അതിനുശേഷം ഓപ്പൺ ചെയ്തതിനെ കവർ ചെയ്ത് മേളിലോട്ട് കയറിപ്പോയി. എന്നിട്ട് മേളിലാണ് ക്ലോസ് ചെയ്തതെങ്കിൽ അത് ബുള്ളിഷ് മാർക്കറ്റ്. നേരെ ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്കുമാണ് അത് ബെയറിഷ് മാർക്കറ്റ് ആകുന്നത്. ഞാൻ നോക്കുമ്പോൾ കാണാൻ പറ്റും, നമുക്ക് ഈ കാണുന്ന വിക്കുകളുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മേളിലോട്ടൊന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷം ഓപ്പൺ ചെയ്തെടുത്തോട്ട് അതിനെ തിരിച്ചെത്തിയെങ്കിൽ ആ മേളിലോട്ട് പോയ മൂവ്മെൻറ്റിന് വിക്കെന്ന് പറയും. ആ ഓപ്പൺ നിന്നിട്ട് താഴെ വന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ലോ ക്രിയേറ്റ് ചെയ്ത ശേഷം പിന്നെ കുറച്ച് മാർക്കറ്റ് മേളിലോട്ട് കയറിയിട്ട് രാവിലെ പക്ഷേ ഓപ്പൺ ചെയ്തതിന് ഒപ്പം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബെയറിഷ് മാർക്കറ്റാണ്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്യാൻഡിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബയേഴ്സിൻ്റെ പവറാണോ കൂടുതൽ, സെല്ലേഴ്സിൻ്റെ പവറാണോ കൂടുതൽ, അതായത് മാർക്കറ്റ് കയറാനാണോ സാധ്യത, മാർക്കറ്റ് കുറേ ഇടിയാനാണോ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ക്യാൻഡിൽസ് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് അതിനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് ഇപ്പം ഇത് ബെയറിഷ് ക്യാൻഡിലാണ്, മൊത്തം ഫുള്ള് ബെയറിഷ് ക്യാൻഡിലാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് മേളിലോട്ട് കുറച്ച് പോയിട്ടുണ്ട്. മേളിലോട്ട് കുറച്ച് പോയി. അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തോടെ എത്തി. മാർക്കറ്റ് അതിനകത്ത് ക്ലോസ് ചെയ്ത് താഴോട്ട് പോയി അവിടെ ലോ ക്രിയേറ്റ് ചെയ്ത ശേഷം അവിടെ ഒരു മാർക്കറ്റ് മേളിലോട്ട് കയറി ക്ലോസ് ചെയ്തു. അപ്പോൾ അത് ബെയറിഷ് ക്യാൻഡിൽ. നേരെ ഓപ്പോസിറ്റ് പോയിക്കുന്നതാണ് ബുള്ളിഷ് ക്യാൻഡിൽ വരുന്നത്. അപ്പോൾ വിക്ക് എത്രയും കൂടുവോ അതുപോലെ ബോഡി എത്രയും കൂടുന്നോ അതനുസരിച്ചാണ് ഇവരെ പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുറച്ച് ക്യാൻഡിലുകളുടെ അടുത്ത് ഇങ്ങനെ വാച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.